മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായ കാൾ മാർക്സിന്റെ ജന്മദിനമാണ് ഇന്ന്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദസ് ക്യാപിറ്റൽസ് തുടങ്ങിയ പ്രബന്ധങ്ങൾ എഴുതിയ എഴുത്തുകാരനായ കാൾ മാർക്സ് കമ്മ്യൂണിസത്തിന്റെ പിതാവായും അറിയപ്പെടുന്നു. 1818 മെയ് 5-നാണ് ഹെൻറിക് മാർക്സിന്റെയും ഹെൻറിയറ്റ പ്രസ്ബർഗിന്റെയും മകനായി കാൾ മാർക്സിന്റെ ജനനം. 1835 17 വയസ്സുള്ളപ്പോൾ ജർമ്മനിയിലെ ബോൺ സർവകലാശാലയിൽ ചേർന്ന അദ്ദേഹം പിതാവിന്റെ അഭ്യർത്ഥനയിൽ നിയമങ്ങൾ പഠിച്ചു. തത്വചിന്തയിലും സാഹിത്യത്തിലും മാർക്സിന്റെ താല്പര്യം കൂടുതലായിരുന്നു. സോഷ്യലിസത്തിന് കീഴിൽ തൊഴിലാളി വർഗത്തിന്റെ സ്വേച്ഛാധിപത്യമെന്ന് വിളിക്കപ്പെടുന്നതിൽ തൊഴിലാളി വർഗം സമൂഹത്തെ നിയന്ത്രിക്കുമെന്നും കാൾ മാർക്സ് വാദിച്ചു. സോഷ്യലിസം ഒടുവിൽ കമ്മ്യൂണിസം എന്ന് വിളിക്കപ്പെടുന്ന വംശീയമില്ലാത്ത, വർത്തമാനമില്ലാത്ത ഒരു സമൂഹമായിരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1999 BBC നടത്തിയ സർവേയിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സഹസ്രാബ്ദത്തിന്റെ ചിന്തകനെന്നാണ് കാൾ മാർക്സിന് വോട്ട് ചെയ്തത്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി മാർക്സ് വിശേഷിപ്പിക്കപ്പെട്ടു. വിപ്ലവത്തെ ഉയർത്തിപ്പിടിക്കാനും വിപ്ലവത്തെ ഇളക്കിവിടാനും മാർക്സ് ഉദ്ദേശിച്ചു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദസ് ക്യാപിറ്റൽ തുടങ്ങിയ പ്രബന്ധങ്ങൾ എഴുതിയ പ്രഷ്യൻ രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, പത്രപ്രവർത്തകൻ, ആക്ടിവിസ്റ്റ്, എഴുത്തുകാരൻ കാൾ മാർക്സ് രാഷ്ട്രീയ നേതാക്കളുടെയും സാമൂഹിക സാമ്പത്തിക ചിന്തകരുടെയും കമ്മ്യൂണിസത്തിന്റെയും പിതാവായും അറിയപ്പെടുന്നു. മാർക്സിന്റെ ആശയങ്ങൾ വിപ്ലവങ്ങൾക്ക് വഴിതെളിച്ചു. ദ കൊളംബിയ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മാർക്സിന്റെ രചനകളെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായതും ഒറിജിനൽ സിൻറ്റേഷനും എന്ന് വിശേഷിപ്പിച്ചു. റിസർച്ച് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.